ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റെസ്യൂമെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഏതാണ് നല്ല വെബ്സൈറ്റ്സ് റെസ്യൂമെ ഉണ്ടാക്കാൻ, കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് എങ്ങനെയാണ് ഒരു റെസ്യൂമെ അനലൈസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഗൈസ്, ഈ വാക്ക് പലരും തെറ്റായി വായിക്കാറുണ്ട്. റെസ്യൂം അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ വായിക്കേണ്ടത് റെസ്യൂമെ എന്നാണ്. പിന്നെ 3 ടൈപ്സ് ഓഫ് റെസ്യൂമേസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി, പിന്നെ ഓൺലൈൻ മോഡ്. ഹാർഡ് കോപ്പി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിന്റ് എടുക്കണം. നമ്മുടെ റെസ്യൂമെ നമ്മൾ എഡിറ്റ് ആക്കിയിട്ട് പ്രിന്റ് എടുക്കണം. അത് പ്രിന്റ് എടുക്കുമ്പോൾ നമ്മൾ സാധാ A4 ഷീറ്റിൽ പ്രിന്റ് എടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് ബോണ്ട് പേപ്പറിൽ വേണം നമ്മൾ റെസ്യൂമെ നമ്മൾ പ്രിന്റ് എടുക്കാൻ. പിന്നെ ഉള്ളതാണ് സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പി PDF ഫോർമാറ്റിൽ അത് റീനെയിം ചെയ്യേണ്ടത് നമ്മുടെ പേര്, ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഒരു രീതിയിലാണ് റീനെയിം ചെയ്ത് PDF ആക്കിയിട്ട് വേണം സോഫ്റ്റ് കോപ്പി വെക്കാൻ. പിന്നെ ഓൺലൈൻ മോഡ്. ഓൺലൈൻ മോഡ് എന്ന് വെച്ചാൽ ലിങ്ക്ഡ്. പിന്നെ റെസ്യൂമേക്കകത്ത് വരുന്ന മെയിൻ സാധനങ്ങളാണ്. ആദ്യമേ തന്നെ നമ്മുടെ റെസ്യൂമയുടെ ഇംപ്രഷൻ എന്ന് വെച്ചാൽ ലൈൻ സ്പേസിങ്, ഫോണ്ട്, കളർ കോമ്പിനേഷൻ, കീവേഡ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ലൈൻ സ്പേസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന എല്ലാ സാധനത്തിനും കറക്റ്റ് എന്ന് വെച്ചാൽ എല്ലാത്തിനും സെയിം സ്പേസിങ് ആയിരിക്കണം വേണ്ടത്. പിന്നെ വെറുതെ നമ്മൾ വൈറ്റ് സ്പേസ് ലീവ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഫോണ്ട് എപ്പോഴും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് വേണം യൂസ് ചെയ്യാൻ. സ്റ്റാൻഡേർഡ് ഫോണ്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. സ്പെഷ്യൽ ഫോണ്ട്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ കളർ കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണം. അത് കോമ്പിനേഷൻ ഓഫ് ടു ഒരു 2 കളർ കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതാണ് കീവേഡ്സിന് റെസ്യൂമേൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കീവേഡ്സ് എന്ന് വെക്കുമ്പോൾ നമ്മളെ സ്കിൽസ്, ഇപ്പോൾ പൈത്തൺ, C++, ജാവ അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ കീവേഡ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജ് ഓട്ടോണമസ് ആണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ കോളേജിൻ്റെ പേര് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഓട്ടോണമസിന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓട്ടോണമസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം കോളേജസ് ഉള്ളൂ ഓട്ടോണമസ്. അപ്പം അത് ഓട്ടോണമസ് എന്നുള്ള ഒരു ടാഗ് കിട്ടണമെങ്കിൽ ചുമ്മാ ഒരു കോളേജിന് അത് കിട്ടത്തില്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് ആണ്. അപ്പം ആ ഒരു വേർഡ് നമ്മൾ അതിൽ വെക്കുവാണെങ്കിൽ നമ്മുടെ റെസ്യൂമയുടെ ഇംപ്രഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഓവർ ഡെക്കറേഷൻ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു എസ്തെറ്റിക് മോഡൽ മൈൽഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആയിരിക്കും നല്ലത്. പിന്നെ ഹാർഡ് കളേഴ്സ് യൂസ് ചെയ്യരുത്. ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കരുത്. പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഡിക്ഷണറി വേണം യൂസ് ചെയ്യാൻ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആണ്. ഇപ്പം നിങ്ങൾ അമേരിക്കൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെഴുതിയാലും എല്ലാം സെയിം ഇതിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമ, ഫുൾ സ്റ്റോപ്പ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഈ കോമ ഇടുന്നതിന് മുൻപ് നമ്മളൊരു സ്പേസ് ലീവ് ചെയ്യരുത്. കോമ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഒരു സ്പേസ് ലീവ് ചെയ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇടരുത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റെസ്യൂമെ ടെംപ്ലേറ്റ്സ് കാണും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് ലാഭിക്കാം. പിന്നെ ഈ റെസ്യൂമെ 1 പേജ് അല്ലെങ്കിൽ 2 പേജ് മാക്സിമം. ഇപ്പോൾ സിംഗിൾ പേജ് റെസ്യൂമെ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 പേജിൽ കൂടുതലൊന്നും പോകാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വലിയ കമ്പനിയിലൊക്കെ റെസ്യൂമെ കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മുടെ റെസ്യൂമെ ഇത്രയും പേജ് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കമ്പനിയിൽ തന്നെ ഒരു ദിവസം 500-ലധികം പേരായിരിക്കും വരുന്നത്. അപ്പം ഈ എല്ലാ റെസ്യൂമെ ഇരുന്ന് വായിക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്യൂമെ ഷോർട്ടും നീറ്റും ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ 40.5 ഏകദേശം ഒരു 40.5 lakhs ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് പെർ ഇയർ പാസ് ഔട്ട് ആവുന്നത്. അപ്പം ഇവരുടെ എല്ലാവരും ഇപ്പം മൾട്ടിനാഷണൽ കമ്പനി എല്ലാവരും ഇപ്പം നമ്മൾ അവരുടെ റെസ്യൂമെ നമ്മൾ അയച്ചു കൊടുക്കുമ്പം അവരെല്ലാവരും ഇത് മൊത്തം ഇരുന്ന് എന്തായാലും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് എങ്ങനെയാണ് ഒരു റെസ്യൂമെ അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ ATS സ്കാനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയത്തുള്ളൂ. കാരണം ഇപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് പറഞ്ഞാൽ കൂടുതൽ ലെങ്ത് ആവും വീഡിയോ. അപ്പം ATS സ്കാനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ റെസ്യൂമെ ഉണ്ടാക്കുമ്പം ഇപ്പോൾ റെസ്യൂമെ ഉണ്ടാക്കാൻ കുറേ സൈറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ക്യാൻവ. ഇപ്പോൾ ക്യാൻവ അധികം പ്രിഫർ ചെയ്യാണ്ടിരിക്കണം. കാരണം ഈ ക്യാൻവയിൽ ഉണ്ടാക്കുന്ന ടെംപ്ലേറ്റ്സ് ഒക്കെ ATS സ്കാനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ക്യാൻവയിൽ ഉണ്ടാക്കിയ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ATS സ്കാനിങ്ങിൽ അയക്കുമ്പോൾ മിക്കതും ഒരു 80 ബിലോ ആയിരിക്കും ഒരു റാങ്കിങ് പോകുന്നത്. അപ്പോൾ 80 എബോവ് നമ്മുടെ റെസ്യൂമയുടെ ഇംപ്രഷൻ കൂട്ടാൻ എന്തായാലും നോക്കണം.
പിന്നെ റെസ്യൂം ഉണ്ടാക്കുന്ന സൈറ്റ്സ് വേറെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെസ്യൂം നൗ, നോവോ റെസ്യൂം, എൻഹാൻസ് CV, സ്കിൽ റോഡ്സ്, ജോബ് സ്കാൻ, അങ്ങനത്തെ കുറേ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സൈറ്റ്സിൻ്റെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ക്യാൻവ അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനും എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ ഒക്കെ ഇങ്ങനെ ചുമ്മാ ഒരു റെസ്യൂം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും ഈ ക്യാൻവ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ATS സ്കാനിങ്ങിന് വരുമ്പോൾ അത് 80% ഇംപ്രഷൻ ബിലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ സൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ATS സ്കാനിങ് എന്തുവാണെന്നും മൾട്ടിനാഷണൽ കമ്പനി ആ ATS സ്കാനിങ് വെച്ച് നമ്മുടെ റെസ്യൂമേഴ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം ഈ സൈറ്റ്സിൻ്റെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം ഇങ്ങനെ റെസ്യൂമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.